നമസ്കാരം. TRP റേറ്റിംഗ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വാർത്തകളും അവർ വ്യാജ വാർത്തകളായി പടച്ചുവിടുന്നതും അതിനെ വളച്ചൊടിച്ചു വിടുന്നതും. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളെ വെള്ളപൂശുന്നതും. ഏഷ്യാനെറ്റിന്റെ മുന്നിൽ എത്താൻ വേണ്ടി കേരള വിഷന്റെ പ്രൈമായ ഫസ്റ്റ് സ്ലോട്ട് തന്നെ കോടികൾ കൊടുത്ത റിപ്പോർട്ടറിലെ മുതലാളിമാർ വാങ്ങിച്ചു. അതുകൂടാതെ തന്നെ പല രീതിയിൽ റിപ്പോർട്ടറിന്റെ ഒട്ടാരും പല സമയത്ത് എയറിലായിരുന്നു. അതായത് 2023 കലോത്സവത്തിൽ, അതായത് കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ പഴയിടം മോഹനൻ നമ്പൂതിരി വരെ പച്ചയ്ക്ക് അരുൺകുമാർ അപമാനിച്ചു. അതായത് മോഹനൻ നമ്പൂതിരി പാചകത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമനി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, സസ്യഭക്ഷണം മാത്രം വിളമ്പുന്നു എന്നാണ് അരുൺകുമാർ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ലക്ഷങ്ങളും പങ്കെടുക്കുന്ന ഒരു കലോത്സവത്തിൽ നോൺ വെജ് വിളമ്പിയാൽ അത് കേടായി ഭക്ഷ്യവിഷബാധ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പഴയടം മോഹൻ നമ്പൂതിരി പറഞ്ഞു. വലിയ രീതിയിൽ അരുൺകുമാർ അപമാനിച്ചപ്പോൾ തന്നെ പഴയടം മോഹൻ നമ്പൂതിരി പറഞ്ഞതാണ്, ഇനി ഞാൻ കലോത്സവത്തിൽ പാചകവുമായി വരില്ല എന്ന്. അവസാനം സോഷ്യൽ മീഡിയ അടക്കം അദ്ദേഹത്തോട് തിരിച്ച് പാചകത്തിൽ വരണമെന്ന് പറഞ്ഞതോടുകൂടിയാണ് ആ കടുത്ത തീരുമാനം അദ്ദേഹം വേണ്ട എന്ന് വെച്ചിട്ട് വീണ്ടും അദ്ദേഹം പാചകത്തിലേക്ക് വന്നത്. നിലവിൽ എന്ത് വൃത്തികേടുകളും കാണിച്ച് റേറ്റിംഗ് ഉയർത്താം എന്നാണ് റിപ്പോർട്ടർ TV മാധ്യമ മേഖലയിൽ എന്ത് തോന്നിവാസം കാണിച്ചു കൂട്ടാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒട്ടനവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ റിപ്പോർട്ടർ മുതലാളിമാർ ജീവനക്കാർക്ക് എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുത്തിരിക്കുന്നത്. അവരെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്ത് തോന്നിവാസവും കാണിച്ച് TRP റേറ്റ് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും ഒരു കലോത്സവമോ ഒരു കായികമേളയോ ഒരു ഇവന്റോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഓരോ മീഡിയയും അതിന്റെ പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്യും. അത് ഓരോ മാധ്യമ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. പല ആംഗിളിലൊക്കെ വെച്ചിട്ട് പല രീതിയിൽ കണ്ടന്റ് ചെയ്യാറുണ്ട്. എന്നാൽ റിപ്പോർട്ടർ കാട്ടിയ ഒരു വൃത്തികേട് അത് ആർക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അരുൺകുമാർ ഒരു കോളേജ് അധ്യാപകനായിരുന്നു എന്ന കാര്യം പലപ്പോഴും അരുൺകുമാർ തന്നെ മറക്കുന്നുണ്ട്. ഒപ്പന എന്നൊരു കലയാണ്. അതിൽ പങ്കെടുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി നിൽക്കുന്നു. അതാണ് ഒപ്പനയുടെ ഒരു തീം. വിവാഹ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘ നൃത്തമാണ് ഒപ്പന. 10-15 പേര് ഉൾപ്പെടുന്ന സംഘമാണ് ഇത് അവതരിപ്പിക്കുന്നത്. മുസ്ലിംസിന്റെ ഇടയിൽ കല്യാണ സമയത്ത് നടക്കുന്ന ഒരു കലാരൂപമാണ്. ഇത് കണ്ടതോടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു റിപ്പോർട്ടറുടെ തനി സ്വഭാവം പുറത്തു വന്നത്. അവസാനം റിപ്പോർട്ടറുടെ ഒരു വേസ്റ്റ് പ്രോഗ്രാം ഉണ്ട് റിപ്പോർട്ടർ ചാനൽ എല്ലാ ദിവസവും നടത്തുന്ന മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ചവറ് പ്രോഗ്രാം. അതായത് അവർ അവിടെ തന്നെ ആ പ്രോഗ്രാം ആവിഷ്കരിച്ചു. അതായത് റോഡുകളിൽ കാണുന്ന വൃത്തികെട്ട പൂവാലന്മാരെ പോലെ വട്ടം കൂടിയിരുന്ന് പഞ്ചാര വർത്തമാനം പറയുന്ന വൃത്തികെട്ട ഭാഷയിൽ ഈ റിപ്പോർട്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടേഴ്സ് അവിടെ ഇരുന്ന് പറയുന്നു. ഒപ്പനയിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ TVയിലെ മാധ്യമ പ്രവർത്തകനായ ഷഹബാസ് നടത്തിയ സംഭാഷണമാണ് വിവാദത്തിന് തുടക്കമിട്ടത്. ഷഹബാസിന്റെ സംസാരത്തിൽ ദ്വയാർത്ഥ പ്രയോഗമുണ്ട്. വാർത്താവരണത്തിൽ അരുൺകുമാറും സഭ്യത അല്ലാത്ത, അതായത് വൃത്തികെട്ട രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചു എന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കൂടാതെ ഇവന്മാർ കാണിച്ച ഒരു പ്രകൃതനമുണ്ട്. ഈ വീഡിയോയെ കട്ട് ചെയ്ത് റീലാക്കി അത് വാർത്തയിലേക്ക് സംപ്രേഷണം ചെയ്യുകയും അതിനെ റീലാക്കി വിട്ടു. 10-14-15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയോട് ഇമാതിരത്തെ പോക്കൃതനം കാണിച്ച് ഈ അരുൺകുമാറിനെയൊക്കെ ചെവുകുത്തി അടിച്ച് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇവനൊക്കെ മാധ്യമ മേഖലയിൽ പിച്ച വച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തോ ആനക്കൊമ്പത്തിരിക്കുന്ന മാധ്യമ ആളെന്നാണ് വിചാരം. അപ്പോ എന്ന് തോന്നിയ ദിവസം വിളിച്ചു പറയുന്ന ഒരു മാധ്യമ രീതിയിലേക്ക് ഇവന്മാർ പോകുമ്പോൾ വളർന്നു വരുന്ന മാധ്യമ പ്രവർത്തകർ എന്ത് പഠിക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി വരുന്നത്. പിന്നെ രണ്ടാമത്തത്, പിണറായി സർക്കാർ ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ച് അകത്തിടാൻ കാണിച്ച അതേ ആർജവം അരുൺകുമാറിന്റെ കേസിൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഏഷ്യാനെറ്റ് അവരുടെ ഏഷ്യാനെറ്റിൽ ജീവനക്കാരുടെ അവരുടെ ഒരു മകളെ വെച്ചിട്ട് ഒരു പ്രതീകാത്മകമായ ഒരു വീഡിയോ ചിത്രീകരിച്ചപ്പോൾ ചടവേഗത്തിൽ ശരവേഗത്തിൽ പിണറായിയുടെ പോലീസ് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ പാഞ്ഞെത്തി റെയ്ഡ് ചെയ്ത് കുറെ ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ഡിവൈസുകളും ഒക്കെ സീൽ ചെയ്ത് കൊണ്ടുപോയി. ആ രീതിയിൽ റിപ്പോർട്ടറുടെ അറസ്റ്റ് അല്ലെങ്കിൽ പോക്സോ കേസ് ഉൾപ്പെടെ എടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിണറായി സർക്കാരിന്റെ ഒരു അവരുടെ ആൾക്കാരാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ TV സ്വാഭാവികമായിട്ടും CPM-ന് കുടലൂന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ചാനലാണ്. കൈരളെക്കാട്ടി അപ്ഗ്രേഡഡ് ആയിട്ട് ആ ഒരു പാർട്ടി ചാനലാണ് റിപ്പോർട്ടർ ചാനൽ CPM-ന്റേത്. അതുകൊണ്ട് തന്നെ CPM നേതാക്കളുടെ ഒരു സംരക്ഷണം ഇതിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.